വീണ്ടും വാർത്തകളിലേക്ക്. റബ്ബർ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ കയറ്റുമതിക്ക് കേന്ദ്ര ധനസഹായം. കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ ഷീറ്റ് റബ്ബറും ബ്ലോക്ക് റബ്ബറും കയറ്റുമതി ചെയ്യുന്നതിന് 2% ധനസഹായം നൽകും. ചൈന, അമേരിക്ക, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, UK, മലേഷ്യ, ബ്രസീൽ, ഈജിപ്ത്, ഇറാൻ, ജപ്പാൻ, മെക്സിക്കോ, റഷ്യ, സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, ടർക്കി, UAE എന്നിവയടക്കം 169 രാജ്യങ്ങളിലേക്കുള്ള റബ്ബർ കയറ്റുമതിക്ക് മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ സ്കീം എന്ന പദ്ധതിയിൽപ്പെടുത്തി നൽകുന്ന ധനസഹായത്തിന് അർഹതയുണ്ട്. 2015 ഏപ്രിൽ 1 2015-20 വിദേശ വ്യാപാര നയം പ്രഖ്യാപിക്കുമ്പോൾ പ്രകൃതിദത്ത റബ്ബറിന്റെ കയറ്റുമതിക്ക് ധനസഹായങ്ങൾ നൽകുന്നതിന് വ്യവസ്ഥ ചെയ്തിരുന്നില്ല. പ്രകൃതിദത്ത റബ്ബർ കൂടി പദ്ധതിയിൽപ്പെടുത്തുന്നതിന് അന്നു മുതൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിനോട് റബ്ബർ ബോർഡ് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഒക്ടോബർ 29 പബ്ലിക് നോട്ടീസ് അനുസരിച്ചാണ് പ്രകൃതിദത്ത റബ്ബർ MEIS-ൽ 4976, 4977 എന്നീ നമ്പറുകളുമായി ഇപ്പോൾ ഉൾപ്പെടുത്തിയത്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള റബ്ബർ കയറ്റുമതിയിൽ വർധനയുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദേശ വ്യാപാര നയപ്രകാരം എടുത്ത തീരുമാനം ഇന്ത്യയിലെ കയറ്റുമതിക്കാരുടെ മത്സരക്ഷമത കൂട്ടുന്നതിന് ഉപകരിക്കുമെന്ന് കരുതാം. MEIS പദ്ധതി അനുസരിച്ച് കയറ്റുമതിക്ക് ഡ്യൂട്ടി ക്രെഡിറ്റ് സ്ക്രിപ്റ്റ്സ് നൽകും. ഇറക്കുമതി ചെയ്യപ്പെടുന്ന വസ്തുക്കളുടെ കസ്റ്റംസ് ഡ്യൂട്ടി, ആഭ്യന്തര വിപണിയിൽ നിന്ന് സംഭരിക്കുന്നവയുടെ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് എന്നിവ അടയ്ക്കാൻ DCS ഉപയോഗിക്കാം. രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VC കബീർ മാസ്റ്റർ വേറിട്ട ശൈലിയിൽ കവിതയിൽ കയ്യൊപ്പ് ചാർത്തി. മുൻമന്ത്രി VC കബീർ മാസ്റ്ററുടെ 4ാമത്തെ കവിതാ സമാഹാരമായ കയ്യൊപ്പ് ബുധനാഴ്ച പ്രകാശനം ചെയ്തു. പ്രകൃതിയുടെ ദൃശ്യചാരുത, ഭാരതപ്പുഴ, നിള എന്നിവയുടെ ഓർമ്മകൾ, കാട്, ചരിത്ര സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ എന്നിവ കവിതകളിൽ വിഷയമാകുന്നു. കയ്യൊപ്പ് എന്ന കവിതാ സമാഹാരത്തിൽ 20 ചെറുകവിതകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മലയാള ഭാഷയ്ക്ക് അർച്ചനയായിട്ട് ഒരു പുതിയ കവിതാ സമാഹാരം കൂടി ഇന്ന് പിറന്നിരിക്കുകയാണ്. ഉത്തര കേരളത്തിൻ്റെ ഭാഷയിൽ കേരളത്തിൻ്റെ പുതിയ സംസ്കൃതിക്ക് വേണ്ടിയുള്ള ഒരു എത്തിനോട്ടം എന്നുള്ള നിലയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട കബീർ മാഷ് കയ്യൊപ്പ് എന്ന പുസ്തകം സാഹിതിയാണ് പുസ്തകം പ്രസാധനം ചെയ്യുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസ് ചെയർമാൻ ഡോക്ടർ N. രാധാകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്തു. പന്തളം സുധാകരൻ പുസ്തകം ഏറ്റുവാങ്ങി. സലിൻ മാങ്കുഴി പുസ്തകം പരിചയപ്പെടുത്തി. സ്വാഭാവികമായിട്ട് ഒരു പുസ്തക പ്രകാശന ചടങ്ങിന്റെ ആമുഖമായി പുസ്തകത്തെ അവതരിപ്പിച്ച് സംസാരിക്കുമ്പോൾ ആ പുസ്തകത്തെ കുറിച്ച് നല്ല വാക്ക് മാത്രമേ സാധാരണ രീതിയിൽ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു മുൻവിധിയുണ്ട്. ആ മുൻവിധിയുടെ അടിസ്ഥാനത്തിലല്ല ഈ പുസ്തകം നല്ലതെന്ന് ഞാൻ ആവർത്തിച്ച് വായിച്ചതിന് ശേഷം പറയുന്നത്. മറിച്ച് ഭാരതപ്പുഴയെ നെഞ്ചിലേറ്റുന്ന കലാഹൃദയമുള്ള, കവിത്വമുള്ള ഒരു മനുഷ്യസ്നേഹി, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് പ്രതിബദ്ധത വേണമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളിന് പേനയെടുക്കുമ്പോൾ, കവിത എഴുതുമ്പോൾ ഇതിനപ്പുറം ചാരുത ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് നെഞ്ചുറപ്പോടെ ഈ കവിതയെക്കുറിച്ച് പറയാൻ സാധിക്കും. പ്രസാധന ചടങ്ങിൽ G. രാജ്മോഹൻ, ഡോക്ടർ MR തമ്പാൻ, ഫാദർ ജോൺ അരീക്കൽ, കാർട്ടൂണിസ്റ്റ് ഹക്കു, ബിന്നി സാഹിതി എന്നിവർ പങ്കെടുത്തു. ഭഗവത്ഗീതയ്ക്ക് രത്നാകരം വ്യാഖ്യാനം നൽകി സാധാരണക്കാരിലെത്തിക്കുവാൻ ഡോക്ടർ K. രത്നമ്മയുടെ ബൃഹത് ഗ്രന്ഥം. ഡോക്ടർ K. രത്നമ്മ രചിച്ച ഭഗവത്ഗീത രത്നാകര വ്യാഖ്യാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ജസ്റ്റിസ് ശ്രീദേവിക്ക് നൽകി. ഭഗവത്ഗീത വ്യത്യസ്ത കാഴ്ചപ്പാടോടെ അവതരിപ്പിക്കുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യുമെന്നും ഈ മഹത്തായ ഗ്രന്ഥത്തിന് സംസ്ഥാന അവാർഡ് നൽകണമെന്നും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി അറിയിച്ചു. Shanti, Shanti, Shanti. From the unreal, lead me to reality. From darkness, lead me to light. From death, lead me to immortality. May there be peace, peace, peace. ഭഗവത്ഗീത സാഹിത്യം എന്ന് പറയുന്നത് വലിയൊരു വിഭാഗമാണ്. എത്രയോ ആളുകൾ ഭഗവത്ഗീത ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ
പ്രചരിപ്പിച്ച സെക്കൻഡ് ലാർജസ്റ്റ് ആദ്യത്തെ ബൈബിളാണ്. രണ്ടാമത്തേത് ഭഗവത്ഗീതയാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഗ്രന്ഥം. അപ്പം അത്രയും ഭഗവത്ഗീതയെ പറ്റി നമുക്ക് ഒരു ഇന്ത്യൻ ഓഡിയൻസിൻ്റെ ഒക്കെ ഭഗവത്ഗീതയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം അന്ന് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് അർജുനൻ ഉപദേശിച്ച ഈ മഹാപ്രമാണം അർജുനൻ കുറച്ചു കാലം കഴിഞ്ഞാൽ മറന്നെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരാണ് നമ്മൾ. ഇത്രയും കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഗീതയുടെ പല ഭാഗങ്ങളും നമ്മൾ മറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് പിന്നെയും ഓരോരുത്തര് ഭക്തര് പണ്ഡിതര് ഗീത പിന്നെയും അവരുടെ കണ്ണിലൂടെ അവരുടെ കാഴ്ചപ്പാടിലൂടെ എഴുതി മനുഷ്യരാശിക്ക് സമർപ്പിക്കുന്നത്. മന്ത്രി VS ശിവകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശ്രേഷ്ഠ ഭാഷ നമുക്ക് ലഭ്യമായിരിക്കും. തമ്മാസനെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ മഹത്തായ സംസ്കാരത്തെയും പൈതൃകത്തെയും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് ഇതുവരെയുള്ള മഹത്തായ വ്യക്തിത്വങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ടീച്ചർക്ക് വേണമെങ്കിൽ 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വേറെ അവർ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കാവുന്ന ഒരു സാഹചര്യം. പക്ഷെ നമ്മുടെ ഭാഷയോട് അതുപോലെ നമ്മുടെ സംസ്കാരത്തോടുള്ള ആ ഒരു അഭിനിവേശം അല്ലെങ്കിൽ ആ താല്പര്യം അത് പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഈ പ്രായത്തിലും ടീച്ചർ വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള അവരുടെ ഈ ഗവേഷണാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ മലയാളത്തിന് ലഭ്യമായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഭാഷയോടും സംസ്കാരത്തോടുമുള്ള മഹത്തായ അഭിനിവേശമാണ് രചനയ്ക്ക് പിന്നിലെന്നും മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഗ്രന്ഥം രചിച്ചത് മഹത്തായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. ശങ്കരാചാര്യൻ മുതൽ അനേകം പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീത തത്വചിന്താ പ്രാധാന്യവും ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗവുമാണ്. ഈ ഗ്രന്ഥം ലളിതമായ ഭാഷയിലാണ് വ്യാഖ്യാനം നൽകുന്നതെന്ന് ഗ്രന്ഥകർത്താവായ ഡോക്ടർ കെ രത്നമ്മ മറുപടി പ്രസംഗത്തിൽ അറിയിച്ചു. വാക്കുകൾ കേട്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേ അവസരത്തിൽ ഇത്രയും ഞാൻ അർഹിക്കുന്നതാണോ എന്ന് സംശയവുമുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, അത് ചെയ്യുന്നു. പക്ഷേ ഇത്രയധികം പ്രശംസ കിട്ടത്തക്ക തരത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ ശങ്കരാചാര്യൻ മുതൽ അനേകം പണ്ഡിതന്മാർ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ വ്യാഖ്യാനം ഒരു നിസ്സാരം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. പ്രിയദർശിനി പബ്ലിക്കേഷൻസാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഡോക്ടർ AR തമ്പാൻ അധ്യക്ഷനായിരുന്ന യോഗത്തിൽ കലാംകൊച്ചേറ സ്വാഗതം അറിയിച്ചു. ചടങ്ങിന് മുന്നോടിയായി കവിയരങ്ങ് നടന്നു. തലസ്ഥാനത്ത് MG റോഡിന് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കാനുള്ള നടപടി നിയമവിരുദ്ധമെന്ന് AITUC മോട്ടോർ തൊഴിലാളി യൂണിയൻ. റോഡ് നികുതി അടച്ച് നിരത്തിലിറക്കുന്ന വാഹനങ്ങൾക്ക് അവ പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനം ഒരുക്കി നൽകണമെന്ന് മോട്ടോർ വാഹന നിയമം അനുശാസിക്കെ പാർക്കിംഗ് ക്രമീകരണമെന്ന പേര് പറഞ്ഞ് വാഹന ഉടമകളെ പിഴിയാനുള്ള കളക്ടറുടെ തീരുമാനം പിൻവലിക്കണമെന്ന് AITUC മോട്ടോർ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി പട്ടം ശശിധരൻ ആവശ്യപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഹനം ഓടിക്കുന്ന തൊഴിലാളികൾ വൻപിച്ച ബുദ്ധിമുട്ടാണ് റോഡിൽ അനുഭവിക്കുന്നത്. റോഡുകളാകെ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. വാഹനം ഓടിക്കുന്ന തൊഴിലാളികളും സാധാരണക്കാരായിട്ടുള്ള വാഹന ഉടമകളെല്ലാം അവരുടെ നട്ടലൊടിയാണ്. അതിനൊന്നും പരിഹാരം കാണാതെ പാളയം മുതൽ കിഴക്കേക്കോട്ട വരെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് 3 സോണായിട്ട് തിരിച്ച് ഫീസ് ഈടാക്കുമെന്നാണ് ഇപ്പോൾ കളക്ടർ പറയുന്നത്. നമുക്കറിയാം, തലസ്ഥാന നഗരിയിൽ ഈ ഓപ്പറേഷൻ അനന്തയുടെ പേരിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡ് വളരെയധികം നാശമായി കിടക്കുകയാണ്. കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ നിവർത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അതിനൊന്നും പരിഹാരം കാണാതെ ഈ കിഴക്കേക്കോട്ട മുതൽ പാളയം വരെയുള്ള റോഡ് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ സംവിധാനം ഏർപ്പെടുത്തും, അതിന് ഫീസ് ഏർപ്പെടുത്തും. ഫീസ് ഏർപ്പെടുത്താൻ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കില്ല. ഫീസ് ഏർപ്പെടുത്തുമ്പോൾ വെച്ചാൽ 2 രൂപ 2 വീലറിനും 10 രൂപ ഓട്ടോ റിക്ഷയ്ക്കും 4 വീലറിനെന്നാണ് പറയുന്നത്. പക്ഷേ ആ 2 രൂപയും 10 രൂപയും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അതിൻ്റെ പേരിൽ 500ഉം 1000 രൂപ പിഴ ഈടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ തൊഴിലാളികളെ അല്ലെങ്കിൽ വാഹന ഉടമകളെ പീഡിപ്പിക്കുന്ന നടപടിയിലേക്ക് അത് പോകും. നിയമവിരുദ്ധമായിട്ട് ആ നടപടി കളക്ടർ അടിയന്തരമായിട്ട് പിൻവലിക്കണം. അല്ലെങ്കിൽ അതിശക്തമായ സമരവുമായി AITUC തൊഴിലാളികൾ സംഘടിപ്പിച്ച് നാട്ടുകാർ സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. പുതിയ പാർക്കിംഗ് ക്രമീകരണം ആട്ടോ തൊഴിലാളികളെയും ടാക്സിക്കാരെയും സാരമായി ബാധിക്കുമെന്ന് തൊഴിലാളികൾ അനന്തപുരി ന്യൂസിനോട് പറഞ്ഞു. പാർക്കിംഗ് ഫീസ് ഈടാക്കാനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ മോട്ടോർ വാഹന തൊഴിലാളികൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്നും അറിയിച്ചു.
മോട്ടോർ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിൽ വന്നിട്ട് ശരിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് പറഞ്ഞാൽ റോഡുകളൊന്നും ശരിയല്ല. ഡെയിലി ഒരു ദിവസം നമ്മൾ സർക്കാരിന് നികുതി 100 രൂപ വെച്ച് ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും. എന്നിട്ടും പോലും ഓട്ടോറിക്ഷ എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ട്രാഫിക് SI വരും, വണ്ടിയെ പിടിച്ചും കൊണ്ടുപോകും, 2 ആൾക്കാരെ ജാമ്യം വേണം. അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ ഓട്ടോറിക്ഷ മേഖലയിൽ തന്നെ പോലീസിനെ കൊണ്ടും മറ്റ് ആൾക്കാരെയും കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഒരാളിനെ ഇറക്കിയിട്ട് നമ്മൾ ഒരു പൈസ വാങ്ങിക്കുമ്പം തന്നെ 1000-2000 രൂപ പെറ്റി അടിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്താണ് ഈ പാർക്കിംഗ് സംവിധാനം എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് പാർക്കിങ്ങിൻ്റെ പൈസ വാങ്ങിക്കാനായിട്ടുള്ള തീരുമാനം. അതിന് നമുക്ക് ജോയിക്കാനായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ എന്നതിലേക്ക് ജോയിക്കാൻ പറ്റില്ല. സ്വയം തൊഴിൽ എന്ന സ്വപ്നവുമായി കേരളത്തിലെ ആദ്യ വനിതാ ഓട്ടോ ഡ്രൈവറായ സരസ്വതിയമ്മ തന്റെ ജീവിതാനുഭവങ്ങൾ അനന്തപുരി ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. ജീവിതയാത്രയിൽ താങ്ങും തണലുമായിരുന്ന ഭർത്താവ് തന്നെയും തന്റെ മകളെയും തനിച്ചാക്കി മരണത്തിന് കീഴടങ്ങിയപ്പോൾ ജീവിതവീഥിയിൽ പകച്ചുപോയ സ്ത്രീത്വം. സ്വന്തം മകളെ വളർത്തി വലുതാക്കാനും ജീവിതം പച്ചപിടിപ്പിക്കുവാനും വീട്ടുജോലികളടക്കം പല തൊഴിലിലും ഏർപ്പെട്ടുവെങ്കിലും ആത്മസംതൃപ്തിക്കായി സ്വയം തൊഴിലെന്ന മോഹം മനസ്സിൽ അരക്കിട്ടുറപ്പിച്ചു. കളക്ടർ നിവേദിത പി ഹരൻ മേഡമാണ് എൻ്റെ വഴികാട്ടി മാത. ആ മേഡമാണ് എനിക്ക് ഈ വണ്ടി എടുക്കാനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തന്നത്. സാമ്പത്തിക സഹായങ്ങൾ വിളിച്ചു പറയാനും പിന്നെ മേഡം വഴി പറഞ്ഞു തന്നത് എല്ലാം. 1991 അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന നിവേദിത പി ഹരന്റെ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ് കളക്ടറെ സമീപിച്ചു. കിഴക്കേക്കോട്ടയിലെ ദുർഗ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും ഓട്ടോ ഓടിച്ച് പഠിച്ച് ലൈസൻസ് സമ്പാദിച്ചു. കളക്ടറുടെ കയ്യിൽ നിന്നും ഓട്ടോയുടെ താക്കോൽ വാങ്ങി സവാരി ആരംഭിച്ചത് സരസ്വതിയമ്മ ഇന്നും ഓർക്കുന്നു. സാറിൻ്റെ ഒരു ഓർഡർ വന്നതനുസരിച്ച് അവർ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നെ പഠിപ്പിച്ചത് പൊടിയനെന്ന് പറയുന്ന രാജൻ, അതാണ് എൻ്റെ ഗുരു. പക്ഷെ മരിച്ചുപോയി ആൾ. ഇപ്പം ആ ദുർഗയിലുള്ള എല്ലാവരും പെണ്ണനും അങ്ങനെ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലുള്ള എല്ലാവരും കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരെനിക്കൊരു ജീവിത വഴി കാണിച്ചും തന്നിട്ടുണ്ട്. ആദ്യ സവാരിക്ക് കയറിയ യാത്രക്കാരൻ കാശ് കൊടുക്കാതെ പറ്റിച്ചതും പിന്നീടൊരിക്കൽ ചില ശത്രുക്കൾ ഡീസൽ ടാങ്കിൽ ഉപ്പു നിറച്ചതും ഇന്നലെ കഴിഞ്ഞതുപോലെ സരസ്വതിയമ്മ ഓർത്തെടുത്തു. ആദ്യമായിട്ട് ഓട്ടോറിക്ഷ കിട്ടി. ഞാൻ പിന്നെ കവടിയാറ് ഓട്ടോറിക്ഷ അവിടെ വെച്ചാണ് എനിക്ക് താക്കോല് മേഡം തരുന്നത്, കളക്ടർ മേഡം തരുന്നത് എല്ലാം നിവേദിത മേഡം തന്ന്. അവിടെ നിന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഓട്ടോറിക്ഷ ഓട്ടിച്ച് വരുന്ന സമയത്ത് ഒരാൾ കൈ കളിച്ച് ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ സവാരി വണ്ടിയിൽ കയറ്റി കിഴക്കേക്കോട്ടയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് കിഴക്കേക്കോട്ട കൊണ്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് എനിക്ക് മീറ്റർ തിരിച്ചടിക്കാനും പൈസ നോക്കാനും അറിയില്ലായിരുന്നു, ഓർമ്മിച്ചില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവർ ഇറങ്ങിയിട്ട് മീറ്ററിൽ ഞാൻ നോക്കിയപ്പോൾ മീറ്റർ ഞാൻ തിരിച്ചടിച്ചിട്ടില്ലായിരുന്നു. അവർ കയറി ഒന്നെ അടിക്കണമല്ലോ. അപ്പോൾ ആളിറങ്ങിയിട്ട് മിണ്ടാതെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മിനിമം ചാർജെങ്കിലും തന്നിട്ട് പോകാൻ പറഞ്ഞ്. അത് കുഴപ്പമില്ല, മീറ്റർ അടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി. അത് ആദ്യത്തെ അനുഭവം, മറക്കാൻ പറ്റാത്ത അനുഭവം. വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതിന് കരാർ ചെയ്ത് ട്രിപ്പ് സർവീസ് നടത്തുന്നതാണ് പ്രധാന സവാരി. പക്ഷേ എൻ്റെ ജോലി എന്ന് വെച്ചാൽ സ്കൂൾ കുട്ടികളെ കൊണ്ടാക്കലാണ്. ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരം സ്കൂൾ കുട്ടികളെ കൊണ്ടാവും. അത് കഴിഞ്ഞാൽ ഇതിൽ ട്യൂഷൻ കുട്ടികളുണ്ട്. ഈ സ്കൂളിൽ നിന്ന് വിടുന്ന കുട്ടികൾ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ പോകും. അതുകളെയും കൂടെ കൊണ്ട് വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് 6:30 മണി 7 മണിയാവും വീട്ടിൽ കയറാൻ. 25 വർഷമായി ഓട്ടോയാണ് തന്റെ ജീവനോപാധിയും വരുമാനവുമെന്ന് സരസ്വതിയമ്മ പറഞ്ഞു. ചില തൽപര കക്ഷികൾ ട്രാപ്പിൽപ്പെടുത്തി അപമാനിക്കാൻ ശ്രമിച്ചതും ഇതിൽ നിന്നും സഹപ്രവർത്തകർ രക്ഷിച്ച കഥയും ഇവർ ഓർക്കുന്നു. ആ അനുഭവം ഞാനായതുകൊണ്ട്, എന്നെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. മറ്റേ എന്നെ പോലെ വേറൊരു സ്ത്രീ ആയിരുന്നെങ്കിലോ. സ്ത്രീ സമൂഹത്തിൽ സ്വതന്ത്രയായി ജീവിക്കണമെങ്കിൽ, ജീവിത സാഫല്യം നേടണമെങ്കിൽ സാമ്പത്തികമായി സ്വയം പര്യാപ്തമാവണമെന്നും ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിതം സഫലമാക്കണമെന്നും ഇവർ പറഞ്ഞു. സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്കുകളിൽ രാത്രികാല വെറ്ററിനറി സേവനം നൽകും. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയാണ് അത്യാവശ്യ ഘട്ടത്തിൽ സേവനം നൽകുക. ഈ പദ്ധതിയിൽ സേവനമനുഷ്ഠിക്കുന്നതിന് തിരുവനന്തപുരം കോർപ്പറേഷനിലും വെള്ളനാട് ബ്ലോക്കിലും തൊഴിൽരഹിതരായ വെറ്ററിനറി സയൻസ് ബിരുദധാരികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 0471 233 07 36 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ എം മാണിയുടെ രാജിയെ ചൊല്ലി UDF-ൽ സമ്മർദ്ദം. അതേസമയം UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്ന ഉമ്മൻചാണ്ടി.
മലപ്പുറത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കണ്ട തകരാറ് അട്ടിമറിയെന്ന് സംശയിക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശബ്ദമേറിയ പടക്കങ്ങളുടെ വിൽപ്പന നിരോധിച്ചതായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. തലസ്ഥാനത്ത് MG റോഡിന് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഫീസ് ഈടാക്കാനുള്ള നടപടി നിയമവിരുദ്ധം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.